ഇസ്ലാമിൻ്റെ മാനിഫെസ്റ്റോ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം പരിശുദ്ധ ഖുർആനാണ്. അത് ഒത്ത ഒരു കിതാബാണ്. ഇനിയിപ്പോൾ അതൊരു പുതിയ വിവാദമാവുമെന്ന് അറിയില്ല. 600 പേജാണ്. ഇനിയിപ്പോൾ അതൊരു പുതിയ വിവാദമാവുമെന്ന് അറിയില്ല. 600 പേജാണ്. ഇസ്ലാമിൻ്റെ മാനിഫെസ്റ്റോ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം പരിശുദ്ധ ഖുർആനാണ്. അത് ഒത്ത ഒരു കിതാബാണ്. ഇനിയിപ്പോൾ അതൊരു പുതിയ വിവാദമാവുമെന്ന് അറിയില്ല. 600 പേജാണ്. അപ്പോൾ ഒരു പക്ഷേ അള്ളാഹു അവസാനത്തെ വേദഗ്രന്ഥമായിട്ട് അവതരിപ്പിക്കുന്ന ഖുർആനിന് 600 പേജിൻ്റെ ഒതുക്കം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുത്തും വായനയും ഒക്കെ ഒരു ഒതുക്കത്തിലാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖുർആന് ഖുർആൻ 600 പേജേ ഉള്ളൂ. വളരെ ഒതുക്കുണ്ട്. ഈ 600 പേജാണെങ്കിലും 6,33,671 അക്ഷരങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് ഓരോ അക്ഷരങ്ങളും അതിൽ ഒരു വലിയ ഓരോ ചാപ്റ്ററുകളാണ്. അതുകൊണ്ട് 600 പേജ് മതി. അതിൽ ഇത്രയും അക്ഷരങ്ങളുള്ളതുകൊണ്ട് അതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ അധ്യായങ്ങളായതുകൊണ്ട് വായന മരിക്കുകയാണ്, എഴുതണില്ല, വായിക്കണില്ല, തുടങ്ങിയിട്ടുള്ള ബേജാറുകൾ. പിന്നെ ഈ വായനയെ സംബന്ധിച്ച് ഇത് വായന മരിക്കൂല എന്ന് മാത്രമല്ല, പുസ്തകവും മരിക്കൂല എന്ന് മാത്രമല്ല, 600 പേജിൻ്റെ ഒതുക്കത്തിലുള്ള ഖുർആനിനെ പറ്റി ഖുർആൻ തന്നെ പറയുന്നത് ഇന്ന ഖൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാന്ന. ഇതുപോലും വായിക്കണില്ല, അട്ടത്തിട്ടിരിക്കുകയാണെന്ന് നാടൻ ഭാഷ. ഹക്കീം ഉസ്താദ് ഓതിയ ആയത്തുണ്ടല്ലോ, ഇന്ന ഖൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അത് പരലോകത്ത് പറയുന്നതാണ്. വഖാല റസൂൽ ഇന്ന ഖൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അത് പരലോകത്ത് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഖുർആൻ പരലോകത്തുണ്ടാവും. ഖുർആൻ എന്ന ഗ്രന്ഥം അവിടെ ഉണ്ടാവും. ഇത് നോക്കിയിട്ട് ഇന്ന ഹാദൽ ഖൗമത്തഖദു ഹാദൽ ഖുർആനാണ്, ഈ ഖുർആൻ. അപ്പോൾ ഈ ഖുർആൻ അവഗണിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? പരലോകത്ത് റസൂൽ ഇത് പറയുന്ന സമയത്തും അപ്പോഴും ഈ ഖുർആൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഖുർആനും പുസ്തകവും ഇല്ലാതാവില്ല, അത് ലോകാവസാനത്തിന് ശേഷം ഉണ്ടാവും എന്നുള്ള ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്, ഒരു രാജ്യത്തിൻ്റെ ഭരണ ശിരാകേന്ദ്രമാണ് വൈറ്റ് ഹൗസ്. അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. കഥയോ നോവലോ എഴുതി ഒരു ഫിലിമൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്ന ലോകത്തെ വരച്ചു കാട്ടാൻ ശ്രമിച്ചാൽ വിജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരനുഭവം പിന്നെ ഇതിനൊക്കെ എതിരാണ്. ഞാൻ മസ്നബി തർജ്ജമ ചെയ്തിട്ട് ജലാലുദ്ദീൻ റൂമിയുടെ മസ്നബി, അത് 27,000 വരിയുണ്ട്. അതിൽ 400 ചില്ലാനം വരി തർജ്ജമ ചെയ്തിട്ട് കവിതയായിട്ട് തന്നെയാണ് തർജ്ജമ. അത് മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്യണം. മാതൃഭൂമിയെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് പിന്നെ 6 എഡിഷൻ ഇറങ്ങി. ഇപ്പോൾ 7ാമത്തെ എഡിഷനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മാതൃഭൂമി എന്നാണല്ലോ ഇപ്പോൾ പോണത്. അപ്പോൾ മാതൃഭൂമിയിൽ നിന്ന് പുസ്തകം വാങ്ങുന്ന ആൾക്കാർ 6 എഡിഷനും വാങ്ങിയിട്ട് ഇനി 7ാമത്തെ എഡിഷൻ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അർത്ഥം അതങ്ങനെ മരിക്കണമൊന്നുമില്ല. അത് മര്യാദക്കുള്ള പുസ്തകങ്ങൾ വന്നാൽ ആൾക്കാർ സ്വീകരിക്കും തന്നെയാണ്. ഞാൻ എൻ്റെ പുസ്തകത്തെ പറ്റി മര്യാദക്കൊന്നും അവകാശപ്പെടില്ല. പക്ഷെ എന്നാൽ പോലും ആളുകൾക്ക് അത് തോന്നിയിട്ടാണല്ലോ ഇപ്പോൾ അത് വായിക്കണമെന്നും വാങ്ങണമെന്നും താല്പര്യം താല്പര്യം ഉണ്ടാവുകയാണല്ലോ ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവം നമ്മൾ എഴുതിയത് നന്നായിട്ടൊക്കെ പബ്ലിഷ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ആയിരിക്കണം. വിജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അത്രമേൽ വലിയ കുതിപ്പുകളാണ് AI യുഗത്തിൽ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന് ജീവിത യാഥാർത്ഥ്യങ്ങളെ വലിയ അളവിൽ സ്വീകരിക്കുകയും എങ്ങനെ നമുക്ക് പുതിയ കാലത്ത് ജീവിക്കാൻ പറ്റും എന്നതിനെപ്പറ്റി കാര്യമായിട്ട് ആലോചിക്കുകയും കർമ്മ പദ്ധതികൾ തയ്യാറാക്കുകയൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. ഒറിജിനാലിറ്റി ഉണ്ടല്ലോ, ഈ ഒറിജിനാലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾക്ക്. അപ്പോൾ ഒറിജിനൽ ആണെങ്കിൽ ഈ AIക്കൊന്നും സ്പർശിക്കാൻ പറ്റില്ല, ഒറിജിനലിനെ സ്പർശിക്കാൻ പറ്റില്ല, ഒറിജിനൽ ഉണ്ടാക്കാനും പറ്റില്ല. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട്, ഇപ്പോൾ എന്നോടൊരു കുട്ടി, ഞാൻ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ
+2 തലത്തിലൊക്കെയുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം 2 മണിക്കൂർ ഞാൻ സംസാരിച്ചു. അതിനുശേഷം ഇൻട്രാക്ഷനാണ്. അപ്പോൾ ഒരു കുട്ടി, ഞാനിങ്ങനെ ഈ ഡ്രസ്സിലൊക്കെ തന്നെ എല്ലായിടത്തും പോവുക. അവർ കുട്ടീനോട് ചോദിച്ച്, +2കാരനാണ്, പിന്നെ നിങ്ങളുടെ ക്ലാസ്സൊക്കെ വളരെ മോഡേണാണ്, ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. ഇങ്ങനെ ഇത്രയും മോഡേണായ നിങ്ങൾ, ഇത്ര ക്ലാസ് അങ്ങനെ മോഡേണൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾ, ഈ ന്യൂ ജനറേഷൻ്റെ മുമ്പിൽ ഈ കോസ്റ്റ്യൂമിൽ ഒന്ന് നിൽക്കണമെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് അപ്പം തന്നെ പറഞ്ഞു, ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ട്രൗസറൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കണവരല്ലേ, അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് AI-നെ സാധിക്കുമോ? ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ ഒറിജിനൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ AI-ക്ക് സാധിക്കണമല്ല. ഇവിടെ നമ്മൾ AI വരുന്നുണ്ട് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനുഷ്യന് മലക്കിനേക്കാളും ഉയരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ? ഖലഖല്ലാഹുൽ മലായികത വറക്കബ ഫീഹി അൽ അഖ്ല വഖലഖല്ലാഹുൽ ബഹായിമ വറക്കബ ഫീഹിന്ന അശ്ശഹ്വത വഖലഖല്ലാഹുൽ ഇൻസാന വറക്കബ ഫീഹി അൽ അഖ്ല വശഹ്വത ഫമൻ ഗലബത ഫീഹി ശഹ്വതു ഫഹുവ അസ്ഫൽ മിനൽ ബഹായിമി വമൻ ഗലബ ഫീഹിൽ അഖ്ലു ഫഹുവ അഅല മിനൽ മലായികത്തി. അപ്പോൾ അഖ്ലു കൊണ്ട്, അഖ്ലിനി ആർട്ടിഫിഷ്യലാക്കിയാലും വേണ്ടില്ല, റിയലാക്കിയാലും വേണ്ടില്ല. റിയൽ അഖലാണെങ്കിലും ആർട്ടിഫിഷ്യൽ അഖലാണെങ്കിലും അഖലാണല്ലോ. അപ്പോൾ അഖല് കൊണ്ട് മനുഷ്യന് മലക്കുകളെക്കാണ് ഉയരാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ അത്ഭുതങ്ങളൊക്കെ ഈ ലോകത്ത് AI എന്നുള്ളത് നമുക്ക് അങ്ങനെ അന്യമായിട്ടോ വിദൂരമായിട്ടുള്ളൊരു സംഗതിയൊന്നുമല്ല. ഏതായാലും അത്തരം ഒരു കാലഘട്ടത്തിലും ഇത് നിലനിൽക്കുന്നുള്ളതിന് വായന നിലനിൽക്കും, പുസ്തകങ്ങൾ നിലനിൽക്കും. ഞാൻ നേരത്തെ കൊണ്ട് പോരുമ്പോൾ ഇവിടെ എന്തെങ്കിലും പറയണല്ലോ എന്നാലോചിച്ചിട്ട് ഇതിങ്ങനെ ഹംസ സാഹിബിൻ്റെ മലയാളം വായിച്ചു നോക്കി. അപ്പോൾ എനിക്കത് മനസ്സിലാകണില്ല. കാരണം അത് ഹിക്കമിൻ്റെ സങ്കീർണത, ഹിക്കമ് എന്ന് പറയുന്ന ആ കൃതിയുടെ അതിൻ്റെ ആ മൂലസാധനം ഉണ്ടല്ലോ, അതിനൊരു സങ്കീർണത ഉണ്ട്. ആ സങ്കീർണത നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ അത് മലയാളത്തിൽ കൊണ്ട് വന്നപ്പോൾ മലയാള ഭാഷയുടെ ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു അതിസങ്കീർണത അതും കൂടി വന്നു ചേർന്നപ്പോൾ എനിക്കത് മനസ്സിലായില്ല. ഞാൻ മലയാളം ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഭാഷയൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഉള്ളടക്കത്തിലേക്ക് എത്താൻ ഒരു പ്രയാസം. അപ്പം ഞാൻ അപ്പുറത്ത് അറബി ഏറ്റവും സാധാരണ ആളുകൾക്കും എനിക്ക് അതിൽ തിരിയായിക ഒന്നുകൂടിയും തിരിയായിക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ ഞാൻ എൻ്റെ ഒരു സ്വഭാവം തന്നെ ഓരോ വിഷയത്തിനനുസരിച്ച് ലാംഗ്വേജ് സ്വീകരിക്കല. എനിക്ക് എൻ്റെതായ ലാംഗ്വേജ് എന്നുള്ള നിലക്കല്ല, ആ വിഷയത്തിന് വേണ്ട ലാംഗ്വേജ്. ഞാനൊരിക്കലേ ഇറാനിലൊരു മുർത്തസ മുത്തഹരിയുടെ ഒരു പുസ്തകം തർജ്ജമ ചെയ്തിട്ട്, അത് തൗഹീദിൻ്റെ പ്രപഞ്ച വീക്ഷണം, ജഹാംബീനിയെ തൗഹീദ് എന്ന് പേർഷ്യൻ ചെയ്ത ആ പുസ്തകത്തിൻ്റെ തർജ്ജമ ചെയ്തിട്ട് അത് വായിച്ചതിന് ശേഷം ഇവിടുന്ന് കാസർഗോഡ് നിന്ന് ഒരാൾ വിളിച്ചാണ് എന്നെ ചീത്തറണം, ഇതൊക്കെ മനുഷ്യന് തീരണമായ രീതിയിൽ കൂടെ ചോദിച്ചാണ്. അപ്പം ഞാൻ അയാൾക്ക് ഒരു കത്തയച്ചു. ആ കത്തിൻ്റെ കൂടെ ഞാൻ രക്തസാക്ഷി എന്നുള്ള ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച അലി ശരീഅത്തിയുടെ പുസ്തകത്തിൻ്റെ കോപ്പി അയച്ചു. നിങ്ങൾ ആ മുർത്തസ മുത്തഹരിയുടെ പുസ്തകം വായിക്കണ്ട, ഈ പുസ്തകം വായിച്ചാൽ മതിയാണ്. അപ്പോൾ അലി ശരീഅത്തിയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ചരിത്ര പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ ആ രീതിയിൽ ഇപ്പോൾ അതിനെപ്പറ്റി തന്നെ MN കാരശ്ശേരി, നമ്മളെ മലയാള ഡിപ്പാർട്ട്മെൻറ്റ് കാലിക്കറ്റ്, അദ്ദേഹം ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം എന്നെ പ്രശംസിച്ചുകൊണ്ട് കത്തയച്ചിരുന്നു. നിങ്ങളുടെ ലാംഗ്വേജ് അത്ര മനോഹരമാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു കത്തയച്ചിരുന്നു. അപ്പോൾ ആ പുസ്തകം ചരിത്ര പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ ഭാഷ അങ്ങനെയിരിക്കും. അതേസമയത്ത് ഇത് ഫിലോസഫിയാണ്. ഫിലോസഫി ആകുമ്പോൾ ഫിലോസഫിയുടേതായ ഒരു ലാംഗ്വേജും ഇല്ലെങ്കിൽ അത് അർത്ഥശൂന്യമായി മാറും. ഫിലോസഫിക്ക് ഫിലോസഫിയുടെ ലാംഗ്വേജ് തന്നെ പറയണമല്ലോ. അപ്പോഴല്ലേ, കാരണം അത് വായിക്കേണ്ടവരെ വായിക്കണ്ടുള്ളൂ. എല്ലാവരും എല്ലാ പുസ്തകവും വായിക്കേണ്ടതില്ലല്ലോ. ഏതായാലും